നമ്മളങ്ങനെ കൊളംബിയോട് ബൈ പറയാണ്. ഇനി അടുത്ത രാജ്യം ഇക്വഡോറാണ്. ഇക്വഡോറിലോട്ട് കയറുകയാണ്. ബോർഡർ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇവിടെ കുറച്ച് നേരം സമയം എടുക്കും മിക്കവാറും. 3-4 മണിക്കൂറെല്ലാം ഇവിടെ പോസ്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയാണ് ഇമിഗ്രേഷൻ ഓഫീസ്. ഇവിടുന്ന് നമുക്ക് എക്സിറ്റ് അടിക്കണം. പിന്നെ നമ്മുടെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ്, ഇൻഷുറൻസ് ക്യാൻസൽ ആക്കണം. അങ്ങനെ കൊളംബിയയിലെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് ക്യാൻസലേഷൻ വളരെ ഈസി ആയിരുന്നു. ഇവിടെ ഇതാണ് അതിൻ്റെ ഓഫീസ്. ഇവിടെ വന്ന് നമ്മുടെ ഇമ്പോർട്ട് പെർമിറ്റ് കാണിക്കുക, അന്നേരം തന്നെ ക്യാൻസൽ ചെയ്ത് തരും. വളരെ ഈസി. മറ്റേ ടെമ്പററി പെർമിറ്റൊക്കെ ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ. ഇവിടെ കൊളംബിയയിൽ ഭയങ്കര ഈസിയാണ്. അങ്ങനെ നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ 10ാമത്തെ രാജ്യത്തോട് കിടക്കുകയാണ് ഇക്വഡോർ. നമ്മുടെ കൊളംബിയൻ വിസയും പിന്നെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് ഇക്വഡോറിൻ്റെ വിസ എടുക്കണം. ഓണറൈവൽ വിസയും പിന്നെ നമുക്ക് ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും എടുക്കണം. പിന്നെ ഇൻഷുറൻസും ഉണ്ട്, ഇൻഷുറൻസും എടുക്കണം. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇനി എടുക്കേണ്ടത്. നമുക്ക് നമ്മളങ്ങനെ കൊളംബിയയിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. നമ്മളങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസിലെത്തി. ഇക്വഡോർ ഇമിഗ്രേഷൻ ഓഫീസിലെത്തി. ഇവിടെ നിന്നാണ് ഇനി നമുക്ക് വിസ എടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ എവിടെ നിന്നാണ് ഇനി ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് എടുക്കേണ്ടതെന്ന്. ഇക്വഡോറിൻ്റെ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് വിസ കിട്ടി. ഇനി നമുക്ക് വണ്ടിയുടെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ് എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം. അതിനുള്ള ഓഫീസ് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഇക്വഡോറിലേക്ക് കിടക്കുകയാണ്. നമുക്ക് വിസയും ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റും കിട്ടി. ഇൻഷുറൻസ് കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് വേണ്ടെന്നാണ് പറയുന്നത്. അവിടെ ബാക്കി കാണുന്ന ഇതാണ് ഇക്വഡോർ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഭയങ്കര ഈസി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. വിസയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റിന് ചാർജൊന്നുമില്ല. എല്ലാം വളരെ ഈസി ആയിരുന്നു. നമ്മളങ്ങനെ ഇക്വഡോറിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ ബോർഡറിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ.